ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനാണ്. അപ്പോൾ എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നോക്കാം. നമുക്കറിയാം, ഓരോ പർട്ടിക്കുലർ ഇയറിലെ ഡിപ്രീസിയേഷനും ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ആ വർഷത്തെ പ്രോഫിറ്റ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ അബ്സോർബ് ചെയ്യാൻ പിന്നെ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ആ വർഷം നമുക്ക് അത്രത്തോളം ഡിപ്രീസിയേഷൻ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിപ്രീസിയേഷൻ ഫോർ എ പർട്ടിക്കുലർ ഇയർ ഈസ് ഫസ്റ്റ് ഡിഡക്റ്റബിൾ ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി പ്രീവിയസ് ഇയർ. If the amount of profit is not sufficient to absorb the entire amount of depreciation, the balance of depreciation can be adjusted or set off against any other taxable income under any other head of the same year. If there is still any balance of depreciation that cannot be met out of the current year's income, is known as അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ബിസിനസ് ആൻഡ് പിന്നെ പ്രൊഫഷണൽ ഇൻകത്തിൽ നിന്ന് നമുക്കത് പിന്നെ എഴുതി തള്ളാൻ കഴിഞ്ഞില്ല, ദെൻ പിന്നെ വേറെ പർട്ടിക്കുലർ ഇൻകത്തിൽ നിന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയർക്ക് മാറ്റി വെക്കും. അതിന് നമ്മൾ എന്ത് പറയുക, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. The unabsorbed amount of depreciation can be carried forward to the following assessment year to set off. It can be added to succeeding year's depreciation and it is fully deducted. നമുക്ക് എന്ത് ചെയ്യാം, അതായത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കുക. ഷോ ഹൗ ദി അൺഅബ്സോർബ്ഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അഡ്ജസ്റ്റഡ്. The figure is relating to profit and depreciation are given below. Depreciation of the previous year 2018-19 3 lakh. Profit of the previous year 2018-19 1 lakh. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്, 3 lakh ഉണ്ട്. പ്രോഫിറ്റ് എത്ര ഉണ്ട്, 1 lakh അല്ലേ. ഡിപ്രീസിയേഷൻ ഓഫ് ദ പ്രീവിയസ് ഇയർ 70,000. പ്രോഫിറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2 lakh. അപ്പോൾ നമ്മൾ സൊല്യൂഷനിൽ നോക്കുക. ഫസ്റ്റ് 2018-19 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3 lakh ആണ്. അപ്പോൾ 1 lakh പ്രോഫിറ്റും ഡിപ്രീസിയേഷൻ 3 lakh. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2 lakh ആണ്. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2 lakh ആണ്. ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ്, 1 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്, 3 ലക്ഷം ഡിപ്രീസിയേഷനാണ്. അപ്പോൾ എന്തായി, ആ 3 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ കുറക്കാൻ പറ്റില്ല, അത്ര പ്രോഫിറ്റ് ഉള്ളൂ. ബാക്കി 2 lakhs എന്താണ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനാണ്. പിന്നെ പ്രോഫിറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 2 lakh. ലെസ് ഡിപ്രീസിയേഷൻ ഓഫ് ദി ഇയർ 70,000. ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്, 70,000 ഉണ്ട്. അതായത് 2 ലക്ഷം 2019-20 പ്രോഫിറ്റ് ഉണ്ട്, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 70,000 ഉണ്ട്. അപ്പോൾ ആദ്യം ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കുറക്കണം. അങ്ങനെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കുറച്ച് 1,30,000 ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ വർഷത്തെ എഴുതി കുറക്കാൻ പറ്റാത്ത 2 ലക്ഷം ഉണ്ടല്ലോ ബാക്കി, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ പ്രോഫിറ്റ് നിന്ന് കുറക്കാം. ബട്ട് ഈ വർഷം എത്രയേ ഉള്ളൂ, 1,30,000 ബാക്കിയുള്ളൂ. 1,30,000 ബാക്കിയുള്ളൂ. എങ്ങനെ 1,30,000 ബാക്കി വന്നത്, 2 ലക്ഷത്തിൽ നിന്ന് 70,000 കുറച്ചു, ബാക്കി 1,30,000. അതിന് നമുക്ക് 2 ലക്ഷം കുറക്കാനുണ്ട്. അപ്പോൾ ബാക്കി 70,000 എന്താണ്, നെക്സ്റ്റ് ഇയർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. സിമ്പിളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷണലിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിളാണ്. കാരണം ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്തു പോവാം. ആ ഡിപ്രീസിയേഷൻ ഏതൊക്കെ മെഷീനറിക്ക് എത്ര പെർസെൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ക്യാപിറ്റൽ ഗെയിൻ. നെക്സ്റ്റ് ഹെഡ്, ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഫോർത്ത് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ റേറ്റും റിലേറ്റഡ് ആണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലേ.
അപ്പോൾ ക്യാപിറ്റൽ ഗെയിന് ടാക്സബിൾ ആവാനുള്ള കണ്ടീഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ദർ ഷുഡ് ബി എ ക്യാപിറ്റൽ അസറ്റ്. അതായത് അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ്സ് എന്തായാലും ഉണ്ടാവണം. ദ അസറ്റ് ട്രാൻസ്ഫർ ഷുഡ് ബി എ ക്യാപിറ്റൽ അസറ്റ് ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അസറ്റ് എന്താവണം? ക്യാപിറ്റൽ അസറ്റ് ആവണം. ദെൻ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ബൈ ദി ടാക്സ് പെയർ. ആരാണോ ടാക്സ് അടക്കുന്നത് അയാൾ തന്നെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ പിന്നെ എന്താവണം? പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാവണം, എന്നാലല്ല ടാക്സ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ 50 ലക്ഷത്തിന് സ്ഥലം വാങ്ങി 40 ലക്ഷത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ലോസാണ്, അപ്പോൾ പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ എന്ത് വേണം? ടാക്സ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദർ മസ്റ്റ് ബി പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ. അത് കൈമാറ്റം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ദർ ഷുഡ് ബി ക്യാപിറ്റൽ അസറ്റ്. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ബൈ ദ ടാക്സ് പെയർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ദർ ഷുഡ് ബി പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് ആവണം എന്ന് പറഞ്ഞു. ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. എന്താണ് ക്യാപിറ്റൽ അസറ്റ് നോക്കാം. സെക്ഷൻ 240. ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റ്സ് ഈസ് ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആൻ അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസി. അതായത് ഏതെങ്കിലും പ്രോപ്പർട്ടി ആവാം അസസി ഹോൾഡ് ചെയ്യുന്നത്, പക്ഷേ ബിസിനസ് ആൻഡ് പ്രൊഫഷനായിട്ട് റിലേറ്റഡ് ആവരുത്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ സാധനം ആവരുത്. ബിസിനസ് ആൻഡ് പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത ക്യാപിറ്റൽ അസറ്റ് ആവരുത്, അല്ലാതെ ആവണം. ദെൻ എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ എ FII എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിച്ച് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെഗുലേഷൻ മെയ്ഡ് അണ്ടർ സെബി ആക്ട് 1992. സെബി ആക്ട് പ്രകാരം പിന്നെ ഇവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. അവർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഉള്ളൊരു ആൾക്കാരാണ്. പിന്നെ അവരെന്ത് ചെയ്യുക? നമ്മൾ ഷെയർ മാർക്കറ്റിൽ വന്നിട്ട് ഷെയറും സെക്യൂരിറ്റീസൊക്കെ വാങ്ങാം. അങ്ങനെയുള്ള ആൾക്കാരാവണം. അവരെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സെബി ആക്ട് പ്രകാരമാണ്. പിന്നെ എനി അസറ്റ് സച്ച് ആസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, വെഹിക്കിൾ, ലീസ് ഹോൾഡ് ലേണിംഗ്, ജ്വല്ലറി, മെഷീനറി or intellectual property such as patent and trademark is termed as capital assets. Capital assets include any direct rights in Indian company which includes right of management or ownership control as well as other holding rights. അപ്പോൾ ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ബിൽഡിങ്, നമ്മൾ ചിലപ്പോൾ ബിൽഡിങ് വാങ്ങിയിട്ടുണ്ടാവും, ക്യാപിറ്റൽ അസറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വെഹിക്കിൾസ്, വണ്ടികൾ, ലീസ് ഹോൾഡ് ഏണിങ്, ജ്വല്ലറി, നമ്മുടെ അടുത്ത് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണ സമയത്ത് കിട്ടിയ സ്വർണ്ണങ്ങളൊക്കെ നമുക്ക് ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ മെഷീനറി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, പാറ്റൻ്റ് ആയിട്ടും ട്രേഡ് മാർക്കൊക്കെ ആയിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് നമുക്കറിയാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ബിസിനസ്സിലുള്ള റൈറ്റുകളുണ്ടാവും, മാനേജ് ചെയ്യാനുള്ള അങ്ങനത്തെ റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ പ്രോബ്ലം റിലേറ്റഡ് വരില്ല, പക്ഷേ എന്നാലും അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതിൽ വരുന്ന എക്സെപ്ഷൻസിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. മൂവബിൾ പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ടാക്സ് പെയർ ഓർ ഫോർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഹിം. അതായത് മൂവബിൾ പ്രോപ്പർട്ടിന് പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തു വെച്ച മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു മൂവബിൾ പ്രോപ്പർട്ടി പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്ത് വെച്ചതാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സിൽ പെടില്ല, എക്സംഷനാണ്. പക്ഷേ ജ്വല്ലറി, അതായത് ഗോൾഡ്, സ്വർണ്ണങ്ങളൊക്കെ, പിന്നെ കോസ്റ്റ്ലി സ്റ്റോൺസ്, ജ്വല്ലറി പറയുമ്പോൾ പിന്നെ സിൽവർ അങ്ങനത്തെ ഒക്കെ വരും കേട്ടോ. കോസ്റ്റ്ലി സ്റ്റോൺസ്, വില കൂടിയ കല്ലുകൾ, പിന്നെ ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ, പിന്നെ മെയ്ഡ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ്, സിൽവറും ഗോൾഡൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ആഭരണങ്ങൾ, പ്ലാറ്റിനം, ഇനി അതർ പ്രീഷ്യസ് മെറ്റൽ, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ് ഓർ എനി വർക്ക് ഓഫ് ആർട്ട് ഷാൾ ബി കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് ഈവൻ ഇഫ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. അതായത് പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഇതിൽ പെടൂല എന്ന് പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ്. പക്ഷേ ഇതൊക്കെ പെടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ യൂസിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും.
ഇപ്പോൾ നമ്മളെ സ്വർണ്ണാഭരണങ്ങൾ, വില കൂടിയ കല്ലുകൾ, പെയിൻറ്റ്, ആർട്ട് വർക്കൊക്കെ വില കൂടിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്യാപിറ്റൽ അസറ്റിൽ പെടും. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് വിച്ച് ഈസ് നോട്ട് ലൊക്കേറ്റഡ് വിത്തിൻ ആൻ 8 kilometers റേഡിയസ് ഓഫ് എനി മുനിസിപ്പൽ കോർപ്പറേഷൻ, നോട്ടിഫൈഡ് ഏരിയ ബോർഡ്, എനി ടൗൺ കമ്മിറ്റി, കണ്ടോൺമെൻറ്റ് ഏരിയ ബോർഡ് ഹാവിങ് എ മിനിമം റെസിഡൻഷ്യൽ പോപ്പുലേഷൻ ഓഫ് 10,000 പീപ്പിൾ. അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യൂല. ദെൻ നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 6.5%. അങ്ങനെ ഗോൾഡ് ബോണ്ട് ഉണ്ട്, 6% നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് എന്നുള്ള പേര് അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ഗോൾഡ് ബോണ്ട് ഓർ സ്പെഷ്യൽ ബിയറർ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് അണ്ടർ ദി ഗവൺമെൻറ് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം. ഇങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്യും, നമ്മളെ ഇതിലൊരു സ്പെഷ്യൽ സ്കീമൊക്കെ ഇറക്കിയിട്ട് ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ഒരു ബോണ്ട് 6.5% അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യൂല. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ പറഞ്ഞു മൂവബിൾ ഇതൊക്കെ വരും, ഇമ്മൂവബിൾ ആയിട്ടുള്ള. പക്ഷേ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, റോ മെറ്റീരിയൽ ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതൊന്നും അതിൽ പെടൂല, ക്യാപിറ്റൽ അസറ്റിൽ പെടൂല. പിന്നെ മൂവബിൾ പ്രോപ്പർട്ടീസ്, സ്വന്തം പേഴ്സണൽ യൂസ് ചെയ്യുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് ഒന്നും പെടൂല, ക്യാപിറ്റൽ അസറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യൂല. ബട്ട് ഇങ്ങനെ ജ്വല്ലറി, നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, നല്ല ആർട്ട് വർക്ക്, അങ്ങനത്തെ ഒക്കെ ഇതിൽ പെടും. പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യൂല. ലാൻഡ് എന്താണ്, ക്യാപിറ്റൽ അസറ്റാണ്, പക്ഷേ അഗ്രികൾച്ചർ ലാൻഡ് ഇൻക്ലൂഡ് ചെയ്യില്ല, ആ കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ. പിന്നെ നാഷണൽ ഡിഫൻസ്, ആ കുറച്ച് ബോണ്ട്, അതും ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. സാധാരണ ബോണ്ടുകൾ, ഷെയറുകളൊക്കെ പെടുന്നതാണ്, പക്ഷേ ഈ ഒരു 6.5% ഗോൾഡ് ബോണ്ടൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ കൈൻഡ്സ്. അതിന് ഫസ്റ്റ് വൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ്, സെക്കൻഡ് വൺ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പോൾ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് നോക്കാം. ക്യാപിറ്റൽ അസറ്റ്സ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 36 months immediately prior to the date of transfer shall be deemed as short term capital assets. അതായത് ക്യാപിറ്റൽ അസറ്റ്സ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 36 months. ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഹെൽഡ് ചെയ്യുന്നതാണ്, എന്തിനാണ്, നോട്ട് മോർ ദാൻ 36 months immediately prior to the date of ട്രാൻസ്ഫർ ഷാൾ ബി ഡീംഡ് ആസ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ്. നമ്മളെ കയ്യിൽ 36 മാസത്തിൽ കൂടുതൽ നമ്മളെ കയ്യിൽ ഇരുന്നിട്ടില്ല, അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത്. 36 മാസത്തിൽ കൂടുതൽ നമ്മളെ കയ്യിൽ ഇരിക്കാത്ത അസറ്റിനെ, നമ്മൾ വാങ്ങിയിട്ട് 3 വർഷമല്ലേ, ഒരു വർഷം 12 മാസം, അപ്പോൾ 36 മാസം എന്ന് പറയുമ്പോൾ 3 വർഷം, അങ്ങനത്തെ അസറ്റ്സ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. പക്ഷേ ചിലത് എന്താണ് 12 മാസമായിട്ട് കൺസിഡർ ചെയ്യും. ചിലത് നമ്മളിവിടെ 36 months എന്ന് പറഞ്ഞ് 12 months, ഒരു വർഷമായാൽ അതിൻ്റെ അപ്പുറം കടന്നാൽ തന്നെ ലോങ് ടേം ആവും, അതുവരെ ഷോർട്ട് ടൈം ആവുള്ളൂ. അത് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് ഇൻ എ കമ്പനി വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. NSEയിലോ BSEയിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതൊക്കെ 12 മാസം വരെയാണ് എന്ത് പറയുന്നത്, ഷോർട്ട് ടൈം ആവുള്ളൂ. പിന്നെ അതർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, ഇതിനൊക്കെ 12 മാസം വരെ എന്ത് ചെയ്യുന്നുള്ളൂ, കയ്യിൽ വെച്ച് പിന്നെ കഴിഞ്ഞ ലോങ് ടേം ആവും. 12 മാസം വരെ അത് ഷോർട്ട് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ പറഞ്ഞു 36, ജനറൽ ചോദിച്ചാൽ 36 മാസം വരെ നമ്മളെ കയ്യിലുള്ള അസറ്റ്സിനെ നമ്മൾ ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് പറയും. 36 മാസം വരെ അതിനെ ഷോർട്ട് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. 36 മാസം കഴിഞ്ഞാൽ ലോങ് ടേം ആവും. ചില കേസ് 12 മാസം വരെ, ആ ചില കേസ് നമ്മൾ പറഞ്ഞു ചെയ്തു. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്താവും നമുക്കറിയാം. എനി ക്യാപിറ്റൽ അസറ്റ്സ് ഹെൽഡ് ബൈ ദ ടാക്സ് പെയ്ഡ് ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 36 months ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ വിൽ ബി ട്രീറ്റഡ് ആസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. 36 മാസത്തിനേക്കാൾ കൂടുതൽ നമ്മളെ കയ്യിൽ എന്തായി, അത് ക്യാപിറ്റൽ അസറ്റായി. ഈ പറഞ്ഞ പോലെ തന്നെ സെർട്ടൈൻ അസറ്റ്സിൽ എന്തേലും മോർ ദാൻ 12 months ആവും ഇൻസ്റ്റെഡ് ഓഫ് 36 months. 36 മാസത്തിനുള്ള ചില കേസിൽ 12 മാസമാവും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ അസറ്റ്സൊക്കെ 12 മാസം കഴിഞ്ഞാൽ തന്നെ എന്തായി, ലോങ് ടേം അസറ്റ്സ് ആയി. പിന്നെ അൺലിസ്റ്റഡ് ഷെയർസിലൊക്കെ 24 months ആണ്, അതും നിങ്ങൾ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് അറിയാം, എത്രാമത്തെ ഹെഡാണ്,
നാലാമത്തെ ഹെഡായിട്ട് വരും. പിന്നെ ചാർജബിൾ ചെയ്യാം, ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവണം, ടാക്സ് പെയർ ട്രാൻസ്ഫർ ചെയ്തയക്കണം, പിന്നെ ദർ ഷുഡ് ബി പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ ചെയ്യുന്നതോടെ എന്ത് ചെയ്യണം, പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാവണം. പിന്നെ ക്യാപിറ്റൽ അസറ്റ്സ് എന്താ നമ്മൾ പറഞ്ഞു. പിന്നെ ക്യാപിറ്റൽ അസറ്റ്സിന് എക്സംഷൻ ഉള്ള കാര്യങ്ങൾ എന്താ നമ്മൾ പറഞ്ഞു. പിന്നെ കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്താ നമ്മൾ പറഞ്ഞു, ഷോർട്ട് ടേമും ലോങ് ടേമും. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഷോർട്ട് ടേമും ലോങ് ടേമും നല്ലോണം മനസ്സിലുണ്ടാവണം. അയാൾ എത്ര മാസം കയ്യിൽ വെച്ചു എന്നൊക്കെ നമ്മളോട് പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയും. അപ്പോൾ 36 മന്ത് ആണോ, 36 മന്ത് കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ വരണം. പിന്നെ ആ 12 മന്തിൻ്റെ കേസിൽ വരുന്ന ഇത് ഏതാ നോക്കണം. ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് സിമ്പിളാണ് അല്ലെ. അതർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്. അപ്പോൾ ഇത്രയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫറും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം.